ഈ പെയിന്റിങ് കണ്ട നിങ്ങൾ, ഈ പെയിന്റിങ് കണ്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇതുപോലെ തന്നെ ആയിരിക്കും. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഗോസ്റ്റായി കണ്ടാ, ഡാഡി ഗോസ്റ്റായി ചെയ്തു കണ്ടാ. ഇവിടെ എന്തെങ്കിലുമൊക്കെ സീക്രട്ട് മെഡിസിൻസ് ഒക്കെ കണ്ടുപിടിച്ച് കാണും. ഞാൻ പേടിച്ചു പോയി. പാരാഫിൻ ലിക്വിഡ്. അതെന്താ? പാരാഫിൻ അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ? എനിക്ക് അറിഞ്ഞൂടാ. ഈ സ്വാഡ് ഇതിൽ നിന്ന് എടുക്കുന്നവരായിരിക്കും ആ കിങ്ഡം സേവ് ചെയ്യുന്നതെന്ന്. Hi guys, good morning. Welcome to our new vlog and in the wonderful day in Lviv. ഇവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഏറ്റവും പോപ്പുലർ ആൾക്കാർ ഇവിടെ വരുന്നത് തന്നെ നല്ല സ്ഥലങ്ങളിലിരുന്ന് ഭക്ഷണം കഴിക്കാനാണെന്ന് തോന്നുന്നു. കാരണം ഏറ്റവും അധികം അഫോർഡബിൾ ആയിട്ടും ഏറ്റവും ഇൻക്രെഡിബിൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻക്രെഡിബിൾ കഫേസ് ഉള്ള ഒരു സ്ഥലമാണ് ലവീവ്. എല്ലാവരും ഉറങ്ങുവാണ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി. എനിക്ക് ആക്ച്വലി ഇന്നലെ കുറച്ച് നേരത്തെ കിടക്കാൻ പറ്റി, അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഞാൻ റൂമിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല, കാരണം ഐ ആം ഗോയിങ് ടു ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ സം അമേസിങ് കഫേ. എവിടെയെങ്കിലും ഒന്ന് നടന്നു പോകാം. അപ്പോൾ പ്രിയക്ക് എന്തായാലും ഈ വീഡിയോ, ഡാഡിക്ക് പിന്നെ കാണില്ല, കാരണം മധുരമായിരിക്കും അങ്ങ് എന്തായാലും കഴിക്കാൻ പോകുന്നത്. എന്തായാലും റിഗ്രറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒരു അടുത്ത് തന്നെ ഒരു 120 മീറ്റേഴ്സ് നമ്മുടെ റൂമിൽ നിന്ന് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് കഫേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരിക്കും. ഫുള്ളാണ്. അകത്ത് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് നോക്കട്ടെ. ബ്യൂട്ടിഫുൾ കഫേ. പ്രിയക്ക് എന്തായാലും കൊതി വരും, അസൂയ വരും. പക്ഷെ നല്ല സ്ഥലങ്ങളൊക്കെ ആണ്, അവിടെയൊക്കെ ഫുള്ളാണ്. സോ ഞാൻ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും ഇരിക്കാം, എന്നിട്ട് നല്ല ഫുഡ് കഴിക്കാം. ബ്യൂട്ടിഫുള്ളോ കീപ് കാം ആൻഡ് ഡ്രിങ്ക് കോഫി. ഒട്ടും സ്പേസ് ഇല്ലെങ്കിലും ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കോസി ഫീലിംഗ് ആണ്. നല്ല പെയിന്റിങ്സ്, നല്ല ലൈറ്റ്സ്, നല്ല ഫ്ലോറിങ്. പക്ഷെ അവിടെ ഇരിക്കണമായിരുന്നു, അവിടെ പറ്റിയില്ല. വെളിയിൽ ഇരിക്കണമായിരുന്നു, അതും പറ്റിയില്ല. പെൻഗ്വിൻ ആണ് ഇവരുടെ സിമ്പിള്, മറ്റേ ക്യൂട്ട് സിമ്പിളിനോ. ഭയങ്കര ഒരു കോസി ഫീലിംഗ്. ഇത് നോക്കി, ഒരു ഡോഗ് മറ്റേ ഹോസ് റൈഡ് ചെയ്യുന്നു, ടോയ് ഹോസ്. നൈസ്. എന്തായാലും 100% ഫുഡ് അഫോർഡബിളും ആയിരിക്കും, അടിപൊളിയായിരിക്കും. പ്ലേറ്റിൽ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ നോക്കിക്കോ. വരുന്നതിന് മുമ്പ് ഞാൻ പറയാം, അടിപൊളിയാണ്. ഹാം ഉണ്ട്, ബേക്കൺ ഉണ്ട്, ട്രഫിൾ ഉണ്ട്, കാവിയർ ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ക്രെപ്സും വാഫിൾസ് അല്ല, ക്രെപ്സിലാണല്ലോ കൂടുതൽ. ഞാൻ ഓർഡർ ചെയ്തത് എന്താ, പ്രിയത് കാണുമ്പോൾ നോക്കിക്കോ. Look at this. It's freshly made strawberry Nutella pancake and അകത്തും Nutella bananas ആണ്. Nutella and some sugar coated goodness, and this is going to be so good. അകത്തും Nutella ഉണ്ട്, Nutella and banana. ഒരു സ്ട്രോബെറിയും കൂടെ വെക്കട്ടെ. എല്ലാം വാരി കോരിയിട്ടിരിക്കുകയാണ്. പാൻകേക്ക് not at all sweet. Strawberries have a little bit of പുളിപ്പ്, tartness. Perfect breakfast. And the best part is what you know, ഇതിൻ്റെ അകത്ത് പീക്കാൻ നട്ട്സും ഉണ്ട്. സോ നല്ല കടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ്സും ഉണ്ട്. ഓഹോ, വേറൊരു സാധനം കൂടി ഉണ്ട്, ഒറിയോ ബിസ്ക്കറ്റ്സ്. ഇതിൻ്റെ അകത്ത് ഒറിയോ ബിസ്ക്കറ്റ്സും ഉണ്ട്. സർപ്രൈസസ്, പാൻകേക്ക് ഫുൾ ഓഫ് സർപ്രൈസസ്. ഇന്നത്തെ ബ്ലോഗിൽ അപ്പോൾ ഒരു സ്പെഷ്യൽ എനർജി ആയിരിക്കും എനിക്ക്. അടിപൊളി. അപ്പോൾ ഇത് എൻജോയ് ചെയ്യട്ടെ. പ്രിയ ഈ ബ്ലോഗ് വരുമ്പോൾ ഇത് അറിയുള്ളൂ. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പ്രിയയ്ക്ക് ഒരു ഫോട്ടോ ഇട്ടിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയല്ലേ, ഒന്നും കൂടെ നോക്കിക്കോ. കിട്ടിലൻ ഫുഡായിരുന്നു. ബില്ല് ഇവിടുത്തെ 120, സോ അറൌണ്ട് 300 rupees. ടോട്ടലി വർത്ത്. അത്രയും ക്വാളിറ്റി ആയിരുന്നു. സ്ട്രോബെറീസ് ഒക്കെ ഇപ്പോൾ എക്സ്പെൻസീവ് ആണല്ലോ. പക്ഷെ ഒരു കാര്യം, ഇത്രയും കാലം റഷ്യയിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റ്സിലാണെങ്കിലും ഈ യുക്രൈനിലാണെങ്കിലും ഒക്കെ
അവര് നമ്മളെ താങ്ക് ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും പോകുമ്പോൾ താങ്ക് യു ഫോർ കമ്മിങ് എന്നുള്ള രീതിയിൽ. അവരുടെ ഭാഷയിലാണെങ്കിലും നമുക്കിപ്പോൾ അത്യാവശ്യം അവരുടെ താങ്ക് യു വെൽക്കം എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുമല്ലോ. ആ ഒരു റെസ്പെക്ട് ഫോർ ദ കസ്റ്റമേഴ്സ് അത് നാട്ടിൽ എനിക്ക് എവിടെയും ഇതുവരെ ഒരു ഹോട്ടലിലും കിട്ടിയിട്ടില്ല. താങ്ക് യു ഫോർ കമ്മിങ് എന്ന് പറയുന്നത് മേ ബി ഒരു ഹയാത്തിലോ അല്ലെങ്കിൽ നമ്മൾ നല്ല നല്ല സ്ഥലത്ത് പോകുമ്പോഴല്ലാതെ ബേസിക് ആയിട്ട് ഒരു സ്ഥലത്തും തന്നില്ല. എന്തോ നമ്മൾ അവർക്കൊരു ഫേവർ ചെയ്യുന്ന പോലെയാണ് മിക്കവരുടെയും ഒരു സർവീസ് നാട്ടിൽ. ബട്ട് അതൊക്കെ ശരിക്കും മാറേണ്ട സമയം. അതൊക്കെ ഒരു എക്സ്പെൻസ് കൂടുന്ന കാര്യമല്ലല്ലോ. ജസ്റ്റ് ടു ബി താങ്ക്ഫുൾ ദാറ്റ് വി ആർ പേയിങ് ആൻഡ് വി ആർ കമ്മിങ് ദെയർ ആൻഡ് വി ആർ ഈറ്റിംഗ് ദെയർ ഫുഡ്. സോ അത് ഒരു കൾച്ചർ ശരിക്കും നാട്ടിൽ വരേണ്ട അത്യാവശ്യമാണ്. അപ്പൊ അതെ, വേദുവിന്റെ ആസ് യൂഷ്വൽ ആക്ടിവിറ്റി ബബിൾ പ്ലേ ടൈം ആണ്. ഡാഡി, ഞാനേ രാവിലെ പോയി നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇവിടെ ഒരു കഫേയില്. ഡാഡിയൊക്കെ കഴിച്ചു കഴിഞ്ഞായിരുന്നു, പ്രിയ ഉറങ്ങുമായിരുന്നു, റൂമിലായിരുന്നു. പക്ഷെ ഞാൻ എന്താ കഴിച്ചതെന്ന് അറിയോ? കാണിച്ചറിയാം, ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ടുണ്ട്. ഇതാ ഡാഡി ഞാൻ കഴിച്ചത്. അല്ല, ഇത് പാൻ കേക്ക് വിത്ത് ന്യൂട്ടെല്ല, ചോക്ലേറ്റ് ആൻഡ് ഐസ്ക്രീം ആൻഡ് സ്ട്രോബെറി. അതാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അല്ല വേദു? ആ അതെ, ഇപ്പൊ നമ്മൾ പോവാൻ പോകുന്നത് വളരെ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എവിടെയാന്ന്? ഭയങ്കര വിയേർഡാ, യൂഷ്വലേ അല്ല. ഒരു ഐഡിയ ഇല്ല, കാണിച്ചു തരാം. ഞാനേ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. എവിടെ? ഫോട്ടോ. എങ്ങനെ? എന്നിട്ട് വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഗോസ്റ്റ് ആയി കണ്ടാ ഡാഡി, ഗോസ്റ്റ് ആയി വേദു. കണ്ടാ വേദു പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഡാഡി ഇതുപോലെ ഗോസ്റ്റ് ആയി വരും അല്ലേ? അതെ, ഇത് ഡാഡി നിന്നത് നന്നായി. ഇത് ഇവിടുത്തെ ഒരു ഭയങ്കര പോപ്പുലർ റെസ്റ്റോറന്റ്. നമുക്ക് ഇവിടെ പോയി കഴിക്കാറാ വൈകുന്നേരം ഉച്ചയ്ക്ക്. ഡാഡി, പ്രിയ, ഇതുവരെ നിങ്ങൾ ഇമാജിൻ ചെയ്യാത്തതും നമ്മുടെ ആരും ഉറപ്പാണ് കാണാത്തൊരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. വളരെ വിയേർഡാണ്. ഇൻട്രസ്റ്റിംഗ് ആണോന്ന് അറിയില്ല, പക്ഷെ വിയേർഡ് സാധനങ്ങൾ നമ്മൾ കാണിക്കണല്ലോ. ഈ നേരെ കാണുന്നത് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? വല്ല ക്ലോസറ്റ് വല്ലതും ആണോ? പിന്നെ അല്ല, എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കാണാൻ പറ്റില്ല. ആ, പൂവകത്ത് അത് അവരുടെ ഭാഷയിലല്ലേ എഴുതിയിരിക്കുന്നേ. ഒരു വർക്കിംഗ് ഫാർമസി, അത് എന്ന് പറഞ്ഞാൽ എന്താ, മെഡിക്കൽ ഷോപ്പ്. പക്ഷേ ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ഫാർമസി ഇൻ യുക്രൈൻ. 1795 തുടങ്ങിയതാ. ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ റണ്ണിങ് ആസ് എ ഫാർമസി. ആഫ്റ്റർ 300 years ഇറ്റ്സ് സ്റ്റിൽ റണ്ണിങ് ആസ് എ ഫാർമസി ആൻഡ് ഇറ്റ്സ് എ മ്യൂസിയം. സോ 1795 തൊട്ടുള്ള എങ്ങനെയായിരുന്നു മരുന്ന് വിറ്റ്, എന്തായിരുന്നു ട്രീറ്റ്മെന്റ്, അന്നത്തെ കാലം തൊട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഫാർമസി മ്യൂസിയം, അതാണ് സംഭവം. ഡാഡി, 200-300 വർഷമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഫാർമസി ഇപ്പോഴും ഫാർമസിയാണ്. അപ്പൊ ഇതാണ് മെയിൻ ഫാർമസി, ഇപ്പോഴും വാങ്ങാനൊക്കെ ഉള്ള സ്ഥലം. ഉള്ളിലേക്കാണ് പോകേണ്ടത്. അടിപൊളിയല്ലേ? ഇവിടുത്തെ ഒരു ചലഞ്ച് എന്താണെന്ന് അറിയോ? ആസ്പിരിൻ. എന്തൊക്കെയാണ് മെഡിസിൻസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഗസ് ചെയ്യുക. അപ്പൊ ഡാഡിക്ക് കുറച്ചൊക്കെ ഐഡിയാസ് കാണില്ലേ പഴയ മെഡിസിൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച്? ഇതെന്താ അളന്നാണോ തരുന്നത്? ഒരു ഐഡിയ ഇല്ല, നിങ്ങൾ തന്നെ പറ. പണ്ട് ഓരോ ഇൻഗ്രീഡിയൻസ് അളന്നാണ് മിക്സ് ചെയ്യുന്നത് അന്ന്. അതായിരിക്കും എല്ലാം കുപ്പികളിലാക്കി വെച്ചിരിക്കുന്നത്. ഓ, അത് അളന്നളന്ന് മിക്സ് ചെയ്യും. പഴയ ഓരോ ഇത് കെമിക്കൽസ് ആയിരിക്കും അല്ലേ? ആസ്പിരിൻ, അന്നേ ആസ്പിരിൻ ഉണ്ട്. അതുണ്ട്, കാൽഷ്യം. ഇവിടെ എഴുതിയിട്ടുണ്ട് ബോക്സസ് ഫോർ മെഡിസിനൽ ഹെർബ്സ്. വുഡിൽ അന്നും സ്റ്റോറി ഉള്ളൂ മെഡിസിൻ. കാൽഷ്യം, ഓരോ ഡിഫറെന്റ് സംഭവങ്ങൾ. പ്രിയ, പാത്രങ്ങൾ വേണോ അങ്ങനത്തെ? നോക്ക് എന്തൊക്കെ ടൈപ്പാണ്. അന്നൊരു ശരിക്കും ഒരു ഡോക്ടർ, ഒരു സയന്റിസ്റ്റും കൂടിയല്ലേ? കണ്ട, അന്നൊന്നും പ്ലാസ്റ്റിക് പാത്രങ്ങളില്ലല്ലോ, എല്ലാ കുപ്പികളും. കുപ്പി അല്ലെങ്കിൽ തടിയുടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ മെറ്റല്. ഇതുണ്ട് അക്വാ ഡിസ്റ്റിൽ, വെള്ളമൊക്കെ ഇതിൽ കൂടെ ആയിരിക്കും വിടുന്നത്. ആസിഡ്, നോക്ക്, സൾഫർ. അതെ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, അന്നത്തെ ഡോക്ടേഴ്സ് ഇവിടെ നിന്ന് ഓരോന്നും മിക്സ് ചെയ്യുന്നതും ആ ഒരു മണമൊക്കെ കിട്ടുന്നതും. കുറച്ച് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 1900s ഒക്കെ ആയപ്പോഴേക്കും ക്രീമൊക്കെ വരാൻ തുടങ്ങി. ഇതൊക്കെ പഴയ പെയിൻ കില്ലർ കിട്ടിയ കൊള്ളാമെന്നുണ്ടോ? ഭയങ്കര ഇഫക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ അത്യാവശ്യം എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. ഇതുണ്ട് പഴയ പെയിൻ കില്ലർ. പക്ഷെ പഴയ സാധനങ്ങൾക്കൊക്കെ ഒരു ഭംഗി, പ്രത്യേക ഭംഗിയല്ലേ? ഇവിടെ ഒരു പെയിൻ കില്ലറിന്റെ ബോക്സ് നമുക്ക് ഷോ പീസ് ആക്കി വെക്കാം. ഇത് അമൃതാഞ്ജം പോലത്തെ സാധനമൊക്കെ അതിപ്പോഴും ഉണ്ടല്ലോ, ബിക്സ് ഇല്ലേ? ഉണ്ട്, പക്ഷെ ഇതിന്റെ ഭംഗി നോക്ക്, ഗോൾഡൻ എംബ്രോയിഡറി ഒക്കെ. ബോക്സിന്റെ ഭംഗി. ഡാഡി, ഏതെങ്കിലും ഇതിലും മരുന്നെല്ലാം ഫെമിലിയർ ആണോ? ഒന്നും അറിയില്ല ഡാഡി. അറിയില്ല?
ഇത് ഡാഡിയൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള അല്ല, ചിലപ്പോൾ ഒരു 1970s 60s കാണും ഏതെങ്കിലും ഒക്കെ. എക്സോഡിനൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് അറിയായിരിക്കും. ഇതെന്താണെന്ന് അറിയോ പ്രിയ? ടാബ്ലറ്റ് ഉണ്ടാക്കുന്ന മെഷീനാണ്. അതെങ്ങനെ കട്ട് ചെയ്ത് ആ പീസാക്കാൻ. പണ്ടൊക്കെ ഈ കത്തിയൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ടാബ്ലറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ. അതായത് ടാബ്ലറ്റിന് ഷേപ്പ് ആയിട്ട് വലിയ പീസ് ആയിരിക്കുമല്ലോ, അത് ഇട്ടിട്ട് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ടാബ്ലറ്റ് ഷേപ്പ് വരും. പക്ഷെ അന്നേ ഇതൊക്കെ ഉണ്ട്. ഇല്ല, ഇത് അന്നായിരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ്. നോ, ഇതൊരു 1980 1990 ആയിരിക്കും. ലോക്കറാ ഇതെന്താ? പച്ചമരുന്ന് വെച്ചിരുന്ന ലോക്കറാണ്. നോക്ക്, അപ്പൊ അന്നേ ഇവിടെയൊക്കെ ആയുർവേദമൊക്കെ ഉണ്ട് ഡാഡി. നോക്ക്, പച്ചമരുന്നാണ് വെച്ചിരിക്കുന്നത്. ആ ലോക്കറൊക്കെ എത്ര പഴയതായിരിക്കും. നല്ല ലോക്കറില്. അപ്പൊ അന്നത്തെ മെഡിക്കൽ ഷോപ്പ് ഇത് എനിക്ക് എല്ലാ ഹെർബ്സ് ഇതെല്ലാം പച്ചമരുന്നാ. കണ്ട, എല്ലാ ഹെർബ്സാ കറക്കി. പക്ഷെ നന്നായില്ലേ അവര് മ്യൂസിയം ആക്കി വെച്ചത്. കണ്ടോ? അതെന്താ? അത് കട്ടിങ്. കട്ട് ചെയ്യാൻ ഇത് ഇറച്ചി കട്ട് ചെയ്യാൻ. ഡാഡി എന്തോ ടൈപ്പ്റൈറ്റർ ഒക്കെ ചെയ്യും. നോക്ക്, ഇറച്ചി കട്ട് ചെയ്യാൻ ബെസ്റ്റ് അല്ലേ? എന്ത് എളുപ്പത്തിലല്ലേ, പട്ടേന്ന് കട്ട് ചെയ്യാം. അതെ, വേദു പോയിട്ടുണ്ട്. നമുക്ക് ബീഫേ പോർക്ക് റിബ്സ് ഒക്കെ കട്ട് ചെയ്യാനേ. അങ്ങനെയല്ല റെസ്റ്റോറന്റിലും പോർക്ക് റിബ്സ് കട്ട് ചെയ്തേ. ഏടേടി മരുന്ന് കട്ട് ചെയ്യാനുള്ളൂ. ഒക്കെ പഴയ ഡോക്ടേഴ്സ് ആയിരിക്കും പ്രിയ. പഴയ മെഡിസിൻ സയന്റിസ്റ്റും ഡോക്ടേഴ്സ് ഒക്കെ ഇവരൊക്കെ. ആരെങ്കിലും അറിയോ? എവിടെ ഗലീനസ്, പാരസിലസ്, സെൽസിയസ്, പാരസെൽസിയസ്. ഇതെന്താവോ? നോക്ക്, പേഷ്യൻസ് വെയിറ്റ് ചെയ്തിരുന്ന സ്ഥലമായിരിക്കും. നോക്കാം. എനിക്കൊന്ന് മെഡിസിൻ കുക്ക് ചെയ്യുന്ന സ്ഥലം പ്രിയ. മെഡിസിൻ ഉണ്ടാക്കുന്ന സ്ഥലമാവാനാ സാധ്യത. കണ്ട, ആമേനൊക്കെ വെച്ച്, ആമയുടെ ഒക്കെ തോലും മറ്റേതൊക്കെ വെച്ചായിരിക്കും മെഡിസിൻ ഉണ്ടാക്കുന്നത്. ഇത് കണ്ട, ആമ. ടോർട്ടോയ്സ്. എന്താ അത്? ടോർട്ടോയ്സ് അല്ലേ? ഇത് കുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. മെഡിസിൻസ് പണ്ട് കുക്ക്. ആ പഫ് ഫിഷ് കണ്ട, ഈ പഫ് ഫിഷ് ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള ഭയങ്കര പോയ്സണസ്. ആ, ഞാൻ കണ്ടിട്ടില്ല. ചൈനയില് ലൈസൻസ് വേണം ഈ ഒരു ഫിഷിനെ കുക്ക് ചെയ്യണമെങ്കിൽ. ഇത് കുക്ക് ചെയ്യും, പക്ഷെ ലൈസൻസ്ഡ് ഷെഫിന് മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ മരിക്കും ആൾക്കാർ, കറക്റ്റായി അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ. എന്താ പേര്? പഫ് ഫിഷ്. ഇതാണ് വെള്ളത്തിലിടുമ്പോ എനിമി വരുമ്പോ അത് വീർക്കും. അങ്ങനെയാണോ? കണ്ട, കുക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ആനിമൽസും അതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും കുക്ക് ചെയ്യുന്നത്. ശരിക്കും ഒരു വിച്ച് ക്രാഫ്റ്റ് പോലെ തന്നെ ഉണ്ട്. പ്രിയ, ക്രോക്കഡൈലും ഉണ്ട്. വേദോ കാണിച്ചു തന്നെ. താങ്ക് യു വേദു. എത്ര വലിയ മെഡിക്കൽ ഷോപ്പാന്ന് നോക്ക് പ്രിയ. പണ്ടത്തെ കാലം തന്നെ മെഡിസിൻ സോ ഇമ്പോർട്ടൻ്റ്. ഇത് നോക്ക്, അടിയിലേക്ക് പോവാ, കേവ് പോലെ. നോക്ക്, സ്കാരി പ്ലേസ്. നോ, കണ്ട, ഇതെന്താവോ ഇവിടെ ഒക്കെ വെച്ച് എന്ത് മരുന്നാവോ ഉണ്ടാക്കുന്നത്? ഒരു ഐഡിയ ഇല്ല. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇത് നോക്ക്, മറ്റേ ടർക്കിയിലെ കേവ്സ് മാറിയില്ലേ, അതുപോലെയുണ്ട്. ഇവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ സീക്രട്ട് മെഡിസിൻസ് ഒക്കെ കണ്ടുപിടിച്ച് കാണും. ഞാൻ പേടിച്ചു പോയി. അവിടെ ഒരു തല ഇരിക്കുന്നു ഞാൻ കണ്ടു. എനിക്കൊന്നും ഇവരെ അടിയെന്ന് വല്ല ചിലപ്പോ മൈനീന്ന് വല്ല എടുക്കുന്ന മരുന്നായിരിക്കും പ്രിയ. ഇവരായിരിക്കും മുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വല്ല ആയിരിക്കും. ചിലപ്പോ അടിയിലൊരു മൈനും കാണുമായിരിക്കും. ചേട്ടാ, ഗോസ്റ്റ് ആയോ? എനിക്ക് പേടിയാ. അങ്ങോട്ട് പോയി. You go first. I am scared. You go. ആരുമില്ല, മാത്രമല്ല. You go, then I'll go. I'm scared. You go എന്ന് പറഞ്ഞോണ്ടിരുന്ന ആരെങ്കിലും പോണ്ടേ? അങ്ങനെ ചാടത്തൊന്നുമില്ല. അല്ല, എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത അന്നത്തെ കാലത്ത് എന്തിനാ ഇത്രയും വലിയൊരു പ്ലേസ് മെഡിക്കൽ ഷോപ്പിന്. പ്രിയ, ഇതെന്താണെന്നറിയോ? മെഡിസിൻ സ്റ്റോറേജ് പ്ലേസാ. കാരണം മെഡിസിൻസിന് ലൈറ്റ് പാടില്ല, വെയിൽ പാടില്ല, ഹീറ്റ് പാടില്ല. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ അടിയിൽ അവർ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ. അതുകൂടെ ചെറിയ വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ വെന്റിലേഷനും ഉണ്ടെന്ന്. അന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം. നമുക്കിപ്പോ എന്താ എളുപ്പം മെഡിസിൻ വാങ്ങാൻ അല്ലേ? നേരെ മെഡിക്കൽ ഷോപ്പിൽ പോവാ, മരുന്ന് വാങ്ങുക, സുഖമായിട്ട്. കണ്ട, അടിയിലും മരുന്നിന് ഡിസ്പെൻസ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട്. വെരി മിസ്റ്റീരിയസ് പ്ലേസ്. നോ, ഭയങ്കര മിസ്റ്ററിയിൽ നിറഞ്ഞിരിക്കുന്ന പോലത്തെ പ്ലേസ്. എന്തൊക്കെയോ സംഭവമാണ്. ആസിഡാ, എന്തൊക്കെയോ ഡിഫറെന്റ് സംഭവങ്ങളുണ്ട്. ആർക്കറിയാം. പാസ്ത എഴുതിയിരിക്കുന്നു. അത് ഞാൻ വേണമെങ്കിൽ കഴിക്കായിരുന്നു.
പാസ്ത അതെ കണ്ട സിങ്കി ഓക്സിഡ്. പാരാഫിൻ ലിക്വിഡ്. അതെന്താ? പാരാഫിൻ അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ? എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു കോട്ടിയാടാന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ തന്നെ ആൾക്കാർ താമസം ഉണ്ട് പ്രിയ, ഇപ്പോഴും ഉണ്ട് കണ്ട, ഇപ്പോഴും ആൾക്കാർ താമസം, അന്നും താമസം. എനിക്കൊന്നപ്പോ ഹോസ്പിറ്റൽ, ആസ് യു സെഡ് ഇറ്റ് ബി ഹോസ്പിറ്റൽ ഓൾസോ. ചിലപ്പോ ഇതിന്റെ മുകളിൽ റൂംസ് ആയിരിക്കും. ഇപ്പൊ ആൾക്കാർ താമസമാണ്. എന്താണ് ശരിക്കും ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് നമ്മൾ ഈ പാസ്റ്റായിട്ട് കണക്ട് ചെയ്ത സ്ഥലങ്ങളിൽ നടക്കുമ്പോഴേ. കാരണം എന്തൊക്കെ സംഭവിച്ച് കാണും എന്നൊക്കെ ആലോചിച്ച് ഇവിടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരം നമ്മളിപ്പോഴും ആലോചിക്കും. ഒരു സ്ഥലത്ത് വി ജസ്റ്റ് ക്ലോസ് അവർ ഐസ് ആൻഡ് വി ആർ ഇമാജിൻ വി ആർ 300 years ബാക്കിലൊക്കെയാണ്. നമ്മൾ എബ്രോഡ് വന്നിട്ട് ഈ പച്ചമരുന്നിന്റെ ഇതൊക്കെ കാണുമ്പോഴേ അപ്പോഴും നമ്മുടെ ആയുർവേദത്തിന്റെ വില മനസ്സിലാവുന്നത് അല്ലേ? എന്തായാലും ഭയങ്കര ഒരു വിയേർഡ് എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ അല്ലേ? ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ പച്ചമരുന്നും അണ്ടർഗ്രൗണ്ട് മെഡിക്കൽ ഷോപ്പും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഒരു വിയേർഡ് സംഭവം. എനിക്ക് ഫുൾ ബിൽഡിംഗ് പണ്ടത്തെ ഒരു ഹോസ്പിറ്റൽ പോലെ ആയിരിക്കാനാണ് സാധ്യത. അതിന് അടിയിലാണ് മെഡിക്കൽ ഷോപ്പ് ആൻഡ് ഇപ്പോഴും റണ്ണിങ് മെഡിക്കൽ ഷോപ്പ്. എന്തായാലും ഇറ്റ്സ് എ വിയേർഡ് ആൻഡ് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് മറക്കില്ല നമ്മൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ്, ഒരിക്കലും മറക്കില്ല. നമ്മള് പണ്ടത്തെ കാലത്ത് പോയ ഒരു ഫീലിംഗ്. എക്സാക്ട്ലി, ട്രാൻസ്പോർട്ടഡ് ടു ദ പാസ്റ്റ്, അത് ത്രൂ മെഡിക്കൽ ഷോപ്പ്. പാലസിൽ കൂടെ ഒക്കെ നമുക്കിപ്പോ നടക്കുമ്പോൾ ഒരു ഷോക്കിംഗ് അല്ലെങ്കിൽ ഒരു വിയേർഡ്നെസ് ഇല്ല. ഇത് പക്ഷെ ഭയങ്കര ഒരു വിയേർഡ്നെസ് തോന്നിയ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഡാഡി അവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഡാഡിയും വിളിച്ചോണ്ട് വരാം, പ്രാമും എടുത്തോണ്ട് വരാം. അതെ പ്രിയ, അപ്പൊ ആ റെസ്റ്റോറന്റിൽ കയറാല. ഇതുണ്ട ഒരു എക്സിക്യൂഷണർ തന്നെയാണ് നമ്മളെ ഗ്രീറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. മീറ്റ് ഓൺ സ്പൈക്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ബാ വേദു, ഗോസ്റ്റ് വരുവേ. പാപ്പം കഴിച്ചോണം. ബാ ഡോഗിനെ നോക്ക്. ഏത്? അവിടുത്തെ ഡോഗിന്റെ സൈസ്. വൈറ്റ്, പ്യുവർ വൈറ്റ് ഡോഗ്. ബാ, അതിന്റെ ചെവി ഉണ്ട് എങ്ങനെയായിരിക്കുന്നത്, വുൾഫിനെ പോലെ. ഇതൊരു സംഭവമായിരിക്കും കണ്ട. പഴയ 15th century 16th century ഒക്കെ രീതിയിലുള്ള ഒരു സംഭവമാണ്. റെസ്റ്റോറന്റ് ആണ്. പ്രിയ എങ്ങനെയുണ്ട്? അടിയിൽ ഇത് വെറും കുക്കിംഗ് ഏരിയ ആണ്, റെസ്റ്റോറന്റ് കണ്ടിട്ടില്ല. പക്ഷെ എല്ലാം ഒരു പഴയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ബ്രിക്സ് അല്ലാതെ ഇത് കണ്ട പഴയ രീതിയിൽ മീറ്റ്സ് ഒക്കെ ഹാങ് ചെയ്തിരിക്കുന്നു. ബ്രെഡ്സ് അതൊന്നും ഒറിജിനൽ അല്ല, പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട് അല്ല ഡാഡി? ഭയങ്കര ഡിഫറെന്റ് തീം അല്ലേ? അടിയിലേക്ക് പോവാം. അടിയിലാണ് റെസ്റ്റോറന്റ്. പ്രിയ, ആ ബാർ ടെൻഡർ നിൽക്കുന്ന നോക്ക്, കണ്ട പേടിയാവില്ലേ? കണ്ട ബാർ ടെൻഡർ. ഹലോ, പഴയ രീതിയിലുള്ള ഗെയിംസ് വെച്ചിരിക്കുന്നു. ഇതെന്തൊക്കെയാ അവര് വെച്ചിട്ടുണ്ട് അല്ല? എന്തൊരു തീം! ഇതാണ് തീം എന്ന് പറഞ്ഞ ഒരു സിനിമ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇല്ലേ? ഭയങ്കര വൈബ് അല്ലേ? ആ മെഡീവൽ ഓജോ ബോർഡല്ല, പഴയ ചെക്കേഴ്സാ, ചെക്ക് കളിക്കുന്ന പോലെ. അതെ, അത് കേട്ട സ്വാഡ്. പണ്ടത്തെ കാലത്ത് ഒരു കഥ ഉണ്ടായിരുന്നു, എനിക്ക് ആരുടെയാന്ന് അറിയില്ല. ഈ സ്വാഡ് ഇതിൽ നിന്ന് എടുക്കുന്നവരായിരിക്കും ആ കിങ്ഡം സേവ് ചെയ്യുന്നതെന്ന്. The sword is sticking out the stone and will teach you vigor or art. How lucky are you? ഈ സ്റ്റോൺ എടുത്ത് ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലൈഫ് ലോങ് ഫ്രീ ഫുഡ് എടുക്കാൻ പറ്റില്ല. ലൈഫ് ലോങ് ഫ്രീ ഫുഡും ഡ്രിങ്ക്സും. പക്ഷെ നമ്മളിവിടെ വരുന്നില്ലല്ലോ. ഡാഡി പോകുന്നുണ്ട്. മറ്റേ ബാഹുബലി മാറിയാണ്. അപ്പൂപ്പ എടുക്കട്ടെ. ഡാഡി ഡാഡി അയ്യോ, തീരുന്നില്ല. തിരിച്ചു വെച്ചോ? വെറുതെ പറഞ്ഞതാ. ആര് തരും എനിക്ക് ഫ്രീന്ന്? ഡാഡി ആപ്പിൾ ജ്യൂസ് കിട്ടുമെന്ന് ചോദിച്ചിട്ടല്ലേ ഡാഡി? ഇതേ പഴയ ഫോർക്കും നൈഫൊക്കെ നല്ല തീമല്ല. എന്ത് രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പഴയ രീതിയിലുള്ള പാത്രങ്ങളും ഓരോ ജാസും വെസൽസും. ഇതെന്താന്നറിയില്ല. And we are literally eating inside a cave. Oh, roof ഇപ്പളാ കാണുന്നത്, സീലിംഗ്. കണ്ട പ്രിയ? എന്തൊരു കോൺസെപ്റ്റ് അല്ലേ? ഇതാ അതാണ് ബ്യൂട്ടിഫുൾ തീംഡ് കഫേ. ബ്യൂട്ടിഫുൾ ശരിക്കുള്ള തീംഡ് കഫേ പ്രിയ. ഇതിനൊക്കെയാണ് ശരിക്കും പറയുന്നത്. അങ്ങനെയാണ്. ഇതൊക്കെ എന്തൊരു ഫീലിംഗ് ആ കൊണ്ടുവരുന്നത് നോക്ക്. അവിടെ ഇനിയുണ്ട് സർപ്രൈസസ്. ചെടിച്ചട്ടി കണ്ട? പാറയാണ്. ഇത് പാറയാ. ഇതിലാണ് ചെടി വെച്ചിരിക്കുന്നത്. ഡാഡിനെ കണ്ട? പൊക്കത് അത് തിരിക്ക്.
തിരിക്ക്. ഡാഡി രാജാവായി. ഡാഡി രാജാവായി. അമ്പോ സൂപ്പർ. എന്ത് രസമാണ്. എടുക്കാം ഒരു ഡാഡി വാഷ് ബേസിൻ നോക്ക്. പ്രിയ വാഷ് ബേസിൻ നോക്ക്. അവിടെ കണ്ടില്ലേ? ഒന്ന് കാണിച്ചു കൊടുത്താൽ നമ്മള് റെക്കോർഡ് ചെയ്തില്ല. ഡാഡി കൈ കഴുകുന്ന എങ്ങനെയാന്ന് നോക്കി കേട്ടാ. ഇതൊക്കെ അതിശയല്ലേ? കണ്ടിട്ടുണ്ട് ഇതൊക്കെ? എല്ലാവർക്കും കഴുകി നോക്കണം. പണ്ടത്തെ രീതിയില് എന്താ എന്ത് രസമല്ലേ പ്രിയ? വാഷ് ബേസിൻ നോക്ക്. ഐ മീൻ ദ സിങ്ക്. ഇത് ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ സ്റ്റൈല്. നൈസ് നോ? കണ്ണാടി കണ്ട അവര് പഴയ രീതിയിൽ ആക്കി വെച്ചിരിക്കുക, ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ വെച്ച്. സോ ദാറ്റ് അത്രയും കൂടുതൽ റസ്റ്റിക് ആയിട്ടുള്ള ഫീലിംഗ് കിട്ടും. എന്തൊരു തീമാ. ഇരുട്ടാണെങ്കിലും നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് കാണാൻ നോക്ക്. കാരണം അത്രയും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതുണ്ട് ശരിക്കും ഒരു പഴയ രീതിയിൽ തോലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കുള്ള എന്തൊക്കെയോ സ്കിന്നാണ്. ആൻഡ് ലിറ്ററലി യു ആർ ലൈക്ക് ഫീലിംഗ് ഇൻ എ ഡഞ്ചൻ. വി ആർ ഇൻ എ കേവ്. ഇതുണ്ട് പഴയ ബോട്ടിൽസ്, പഴയ ചെയർ ഒക്കെ വെച്ചിട്ടുണ്ട്. പെയിന്റിങ്സ് വരെ ചെയ്തിട്ടുണ്ട് വാളില്. ബ്യൂട്ടിഫുൾ പ്ലേസ്, സച്ച് ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്തൊരു അറ്റൻഷനാ. പഴയ എന്താ ഇതിന് പറയുന്നത്, നമ്മൾ തീ കത്തിച്ച് ഇങ്ങനെ വെക്കില്ലേ, ചുരുട്ട് പോലത്തെ ഒരു സാധനം, അത് വെക്കാനുള്ള സംഭവങ്ങള്. എന്തൊരു തീമാണ്. ഐ ലവ് ദിസ്. ഫുഡും കൂടെ അടിപൊളിയായാൽ മതിയായിരുന്നു. അടിപൊളി. ഓ ഇത് വേണ്ട, ജയിലിനകത്തിരുന്ന് പ്രൈവറ്റ് ആയിട്ട് കഴിക്കാം രണ്ടുപേർക്ക്. ശരിക്കും ജയിലിനകത്തിരുന്ന് കഴിക്കാം. ഇത് രസമാണ്. നോക്ക്, പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് ഇൻസൈഡ് എ ജയിൽ. ഓ വേദം അപ്പൊ ഒരു സാധനം കാണിച്ചു തരാം. ഡ്രാഗൺ. പണ്ടതൊക്കെ ഡ്രാഗൺസ് റിയൽ ആണെന്നാണല്ലോ പറയുന്നത്. കണ്ട കണ്ട പാപ്പം കഴിച്ചില്ലെങ്കിൽ ഡ്രാഗൺ പിടിക്കും കേട്ടാ. കണ്ട ഡ്രാഗൺ. I love this place. So I'll have 2 spike with chicken. Okay. 1 spike with pork. 1 Wellington. Okay. Then 1 heart. Okay. 1 spicy beer and 1 dry fruit drink. Okay. അവര് പേടിച്ചു. എന്താ അങ്ങനെ കാണിച്ചേ? ഓർഡർ ചെയ്താ പഴയ കാലത്തൊക്കെ രാജാക്കന്മാര് ദേശത്തിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്, ആജ്ഞാപിക്കുമല്ലേ. അതൊന്ന്. രണ്ടാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5% ഡിസ്കൗണ്ട് കിട്ടും. ആണോ? അത് കൊള്ളാലോ. അയ്യോ അതറിഞ്ഞില്ലല്ലേ ഡാഡി. വേദു ഭയങ്കര ചിരി. വേദു ഓർഡർ ചെയ്തു അങ്ങനെ. അടിക്കേ. വൺ പപ്പം, വൺ മിൽക്ക്. അടിക്കേ അടിക്കേ. അടിപൊളിയല്ലേ? ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെറൈറ്റി സാധനങ്ങൾ ട്രൈ ചെയ്യാം. അപ്പൊ നല്ലതാ ഇത്. നല്ലതാ. നിർത്തുന്നില്ല. അത് ഇഷ്ടപ്പെട്ടു. ഇത് ഇവരുടെ എന്തോ പഴയ ഫ്രൂട്ട് ഡ്രിങ്ക്, മിക്സഡ് ഫ്രൂട്ട് ഡ്രിങ്ക് എന്തോ ഡ്രൈഡ് ഫ്രൂട്ട്സ് വെച്ചുള്ളത് ഒഴിച്ച് എല്ലാം രാജകീയ പഴയ രീതിയില്ല. ഇത് ഡാഡിയുടെ ആപ്പിൾ ജ്യൂസ്. ഡാഡി ഇത്രയുണ്ട്. അയ്യോ ഇന്ന് ഡാഡി ആപ്പിൾ ജ്യൂസ് കുടിച്ച് 1 ലിറ്റർ ഉണ്ട്. നോക്കൂ, അടിപൊളിയല്ലേ? വലിയ ടേസ്റ്റ് ചിലപ്പോ കാണില്ല. കുടിച്ചു നോക്ക് എന്താന്ന്. കൊള്ളില്ല. എനിക്ക് തോന്നി ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാലേ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ആയിരിക്കും, പക്ഷെ ഇഷ്ടപ്പെടില്ല ചിലപ്പോ. ആണോ? പിന്നെ പ്ലേറ്റ് ഒന്ന് പൊക്കി നോക്ക്. ഭയങ്കര വെയിറ്റ്. കണ്ടോ അടി? ഭയങ്കര വെയിറ്റ് പ്ലേറ്റില്. അതെ, ഇത് ഒരു ശരിക്കും എന്തൊരു എക്സ്പീരിയൻസ് അല്ലേ. ഇതിനു വേണ്ടി മാത്രമല്ല വീവിൽ വരെ ഇങ്ങനെ ഒരുപാട് തീം ഇനിയും കൊണ്ടുപോകുന്നുണ്ട് ഞാൻ. ഇതുപോലത്തെ വേറെ തീം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. രസമല്ലേ? വെൻ ഡൈനിങ് ഇസ് നോട്ട് ഓൺലി ടേസ്റ്റി ബട്ട് ഓൾസോ ഫൺ. അതെ, വേദുവിന് എങ്ങനെയായിരിക്കും നാട്ടിൽ പോയിട്ട് പാപ്പ ഓർഡർ ചെയ്തേ? പ്രിയ, ഈ സാധനം എന്താണെന്നറിയോ? എക്സാക്ട്ലി, ഹാർട്ട്. അതുപോലെയൊക്കെ പ്രിയ കണ്ട നമ്മള് ഓർഡർ ചെയ്തൊക്കെ കണ്ടില്ല ഇങ്ങനെയൊക്കെ. അതുപോലെ തന്നെ നമ്മള് കഴിക്കണം. ഇത് ബീഫ് പൈ ആണ്, ചിക്കൻ ഹാർട്ട്. ഐ തിങ്ക് they told it's very delicious. ചിക്കൻ ഹാർട്ട് അല്ലേ? എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ.
എത്ര കോഴികളുടെ ഹട്ടായിരിക്കും കഴിച്ചു നോക്ക്. അല്ലേ? നല്ല ചൂട്. ഊതി ഊതി കഴിക്കും. കൊള്ളോ? സോഫ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ്. ബ്രേക്ക് കൊതി. വേദുവിന്റെ ബീഫ് വെല്ലിംഗ്ടൺ പൈ. ഇന്ന് എല്ലാരും ഓരോരോ ഫുഡ് പൊളിക്കും. ഡാഡി കണ്ണടച്ച് ആസ്വദിച്ച് കഴിക്കുക. ചിക്കൻ ഹാർട്ട്, ആ സോസ് ആദ്യമായിട്ട് ഇത്ര സോസ് ഒരു ഡിഷ് കഴിക്കുന്നത്. ഇതൊരു കുറച്ച് റബ്ബറി ടെക്സ്ചർ ഉണ്ട്. അങ്ങനെ ആയിരിക്കണം ഹാർട്ട്. ഭയങ്കര ഒരു ഹോൾസം ടേസ്റ്റ് ആണ്. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എനിക്ക് ഹാർട്ടിനെ കാട്ടി ഇഷ്ടം കിഡ്നിയാണ്. അടിപൊളി. ഇനി വേദുവിന്റെ മീറ്റ് പൈ. പ്രിയ ദേഷ്യപ്പെടും. അടിയിൽ ഗ്രേവി സോസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ കണ്ടില്ല. അതെടുക്കണ്ട. ഒരു ടേസ്റ്റ് നോക്കണം പ്രിയ. നമുക്ക് പറഞ്ഞു കൊടുക്കണ്ട. ജസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ. ലിവർ ഉണ്ടാവുമല്ലോ. ലിവർ ഇല്ല ഇതില്. ചിക്കൻ ലിവറിന്റെ കറി ഉണ്ടാവുമല്ലോ. ചൂട്. പൈ. നോ വണ്ടർ വേദു ഈറ്റിംഗ് ഇറ്റ്. നല്ല ബട്ടറി ക്രസ്റ്റ്. എന്നെ കാണിക്കണ്ട, ഫുഡ് കാണിക്കുക. എക്സ്ട്രീംലി നല്ല ബട്ടറി സോഫ്റ്റ് ക്രസ്റ്റ്. അടിയിൽ മഷ്റൂം സോസ്, അകത്ത് ക്യാരറ്റ്സ്, അണിയൻസ് കണ്ട. ക്യാരറ്റ്സ്, അണിയൻസ്, ടൊമാറ്റോസ്, സം റിയലി ഗുഡ് ബീഫ്. ദിസ് ഇസ് സോ ഗുഡ്. ഞാനതൊന്നും കഴിക്കുന്നില്ല. വേദവും കഴിക്കട്ടെ. പ്രൈസസ് വന്നുകൊണ്ടിരിക്കുക പ്രിയ. നോക്ക് ഹൗ ദേ സെർവിങ് ദ ഫുഡ്. ഇത് സ്റ്റിക്സ് ആണ്. ഓ വലിയ ഇത് എന്റെയാണ്. പോക്കാണ്. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് ഗ്രില്ല് ചെയ്തൊക്കെ എടുക്കാം. ബാക്കി രണ്ടും ചിക്കൻ. അപ്പൊ ഇനി മാറിപ്പോവില്ല. അടിപൊളി അല്ലേ കോൺസെപ്റ്റ്? പോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എഡിറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഷൈനാണ്. ഐ എം ഷുവർ ഇറ്റ് വിൽ ടേസ്റ്റ് ലൈക്ക് ലിറ്ററലി ഒരു സ്മോക്കി ഫ്ലേവർ തന്നെ ആയിരിക്കും. കാരണം കൊണ്ടുവന്ന് തന്നെ നിങ്ങൾ കണ്ടില്ലേ. എന്താണെന്നറിയോ, സ്മോക്കിനെസ് എക്സ്പെക്റ്റഡ്. അതിൻ്റെ കൂടെ നന്നായി സ്പൈസ്ഡ് ആയിട്ടുണ്ട്. ബ്ലാൻഡ് അല്ല, അത്യാവശ്യം ഫാറ്റ് ഉണ്ട്. ഫാറ്റൊക്കെ ആക്ച്വലി മെൽറ്റ് ആയി പോയിട്ടുണ്ട്. എനിക്കത് ആ ഫാറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ വല്ല വീണ് കാണും. അതുകൊണ്ടായിരിക്കും ഇത്രയും ടേസ്റ്റ്. വണ്ടർഫുൾ ഫൈൻ, വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആൻഡ് വണ്ടർഫുൾ ഫുഡ് ആൻഡ് വണ്ടർഫുൾ പ്ലേസ്. വണ്ടർഫുൾ പ്ലേസ്. അടിപൊളി. ഇവിടെ ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക പ്രിയ. അതെ, ഇത്രയും കഴിച്ചില്ലേ? ഡാഡിയുടെ ആപ്പിൾ ജ്യൂസ്, നമ്മുടെ ജ്യൂസും സ്റ്റേക്കും അല്ല മറ്റേ സ്ക്യൂവേഴ്സും ഇതും ഹാർട്ടും എല്ലാം കൂടെ ഏകദേശം എത്രയും കാണും? മെയിൻ ഏരിയയിലാണ്. കറക്റ്റ് 1500 രൂപ. ഭയങ്കര ലാഭം. ബാംഗ്ലൂരൊക്കെ പോയി കഴിക്കണമെങ്കിൽ എത്ര വരും? 3000 രൂപ വരും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വെളിയിൽ പോയി. ഇവിടെ ഡെസേർട്ട് ഇല്ല. എന്തെങ്കിലും ഒരു ഡെസേർട്ട് കഴിക്കണം. ആദ്യത്തെ പ്രിയ, what is this? It's only 345. Dessert. Ba daddy. പ്രിയ, ഗോസ്റ്റ് മോനാണോ? മതി ബാ. ഈ ലവീവിനെ കുറിച്ച് പ്രിയ നമ്മൾ ചോദിക്കുമ്പോഴേ അല്ലെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ എന്താ ആൾക്കാർ പറയുന്നത് അറിയോ? It is impossible to find a bad cafe in Lviv. There are really good ones, but it's impossible to find a bad one. You just walk in. Many cafes. So many. It's like a pettikada. You walk into any of the place, you'll have a good coffee and good dessert. But there are few highly recommended places. Adu vera. പക്ഷെ അതല്ലാതെ ഞാൻ പറയാ, എവിടെ you go, you'll not get bad food or bad coffee or bad desserts. It's impossible. That's why I love Lviv more. Because it's like, ഇവിടെ നോക്കിയാൽ കുറച്ച് കഴിഞ്ഞ് if you walk there you will find another cafe. It's like എവിടെ നോക്കിയാലും മുക്കിനും മൂലയിലും cafes. അതെ. ഓ പ്രിയ, എന്തൊക്കെയോ ഷോപ്പിംഗ് സ്ഥലം ഉണ്ടല്ലോ. And not only cafe. അവിടെയൊക്കെ കോഫി. അത് നല്ല കോഫി. അതെ, ഡെസേർട്ട് കഴിച്ചിട്ട് ഇത് ചെയ്താ പോരെ. ഇതെങ്ങനെയുണ്ട്? ലവീവ നമുക്ക് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും എടുക്കും. മാഗ്നറ്റ് ലവീവിൽ എന്താ ഇല്ലാത്ത? എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. എന്നാൽ നമുക്ക് ഈ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സും അതൊക്കെയല്ലേ ഇഷ്ടപ്പെട്ടത്.
അങ്ങനത്തെ ആ ഓ വേദന കാറ്റിനെ കണ്ടിട്ട് ഭയങ്കര ചിരി. വേറെ കോബിൾ സ്റ്റോൺസിന്റെ വേറെ ഏതെങ്കിലും കട കാണും ചിലപ്പോ. പിടിച്ചു പ്രിയ പ്രശ്നമാണ് ഈ വേദുവിനെ പ്രാമീനെ ഇറങ്ങിയ പ്രശ്നമാണ്. അത് മാത്രം തൊടും കൈ കൊണ്ട്. ഫുൾ പ്രശ്നമാണ് ഈ വേദുമോൻ. ഇതൊക്കെ കൊള്ളാൻ പ്രിയ, ഇത് നോക്ക്. കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ നൈസ് നോ. വാവ് വാവ് വാ നൈസ് കപ്പ് നോ. പ്രിയ നോക്ക് പ്രിയ, എന്താ അല്ലേ? ജസ്റ്റ് സീ ഗൈസ് ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദീസ്. എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ കഫേസ് ആൻഡ് ഗ്യാരണ്ടീഡ് നമുക്ക് ബാംഗ്ലൂരും ബോംബെയിലൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് ഇരുന്ന് കഴിക്കുന്നതിനെ കാട്ടി റേറ്റും കുറവായിരിക്കും, ടേസ്റ്റും അടിപൊളിയായിരിക്കും കേട്ടോ. 100% ഷുവർ. ലവീവ് ഇസ് എ മസ്റ്റ് വിസിറ്റ് ഫോർ ഔട്ട്ഡോർ കഫേ ലവേഴ്സ്, അല്ലെങ്കിൽ ഗുഡ് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാവരും. ഓ ഇറ്റാലിയൻ ബേക്കറി, ഞാൻ എന്തെങ്കിലും വാങ്ങാൻ പോവാ. ഇവിടെ വന്നോ? വേണ്ട വേണ്ട, I love bakery. വേണ്ട വേണ്ട വേണ്ട, I want. വേണ്ട വേണ്ട. I want. You buy something, I'll eat something. You go buy some souvenirs. അതല്ലേ വേണ്ടേ? വേദു അപ്പ, വേദു അമ്മ, പാപ്പ. Skin desserts. അത് ചിലപ്പോൾ സ്കിന്നിന്റെ വല്ല പ്രോഡക്ട്സ് ആയിരിക്കും. നല്ല രസമുണ്ടല്ലോ. കോസ്മെറ്റിക്സ്. പക്ഷെ പ്രിയക്ക് പിന്നെ അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇതേ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഇറ്റാലിയൻ ഡിസേർട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ആഹാ ആഹാ ആഹാ, ഡോണറ്റ് വേണോ? ഡോണറ്റ് വേണോ? നോക്കിത് സൈസ് നോക്ക്. എത്രയാ? ഏറ്റവും വലുത് എനിക്ക് തോന്നുന്നു 70 രൂപ 60 രൂപയും കണ്ട്. വേണ്ടല്ലോ വേണ്ടല്ലോ വേണ്ടല്ലോന്നോ? ഏതാ വേണ്ട? ഇത് സ്റ്റഫ്ഡ്, ഇത് കളേഴ്സ്. What question is that? ഏതാ വേണ്ടത് വേഗം പറ. I want sugar coated. ഷുഗർ കോട്ടഡ് ഇതോ? പക്ഷെ എൻ്റെ അകത്ത് സ്റ്റഫ്ഡാ. അതിന്റെ അകത്ത് ചോക്ലേറ്റ്. ചോക്ലേറ്റ് സ്ട്രോബെറി ഒക്കെ കാണും. You want this? നോ, ഐ വോണ്ട് ചോക്ലേറ്റ്. I'll also have. അത് ഇതുപോലത്തെ വേണോ? ഐസിങ് എനിക്ക് അത് ഇഷ്ടമല്ല. ഇത് വേണോ? മേരിയൻ ഉണ്ടെങ്കിൽ അത് എടുത്തേനെ. മേരിയൻ ഐസിങ് ഇഷ്ടം. ഐസിങ്ങിന്റെ ഇതെന്താ മുകളിലുള്ള? അത് മറ്റേ ഡിസേർട്ട്സ് അല്ല, സ്പിനാച്ച് ഒക്കെ. I'll have this. ചോക്ലേറ്റാ? കൊതി കൊതി കൊതി. ആ വേദുവിന് അത് വേണോ? വേണ്ടാന്ന്. കളറ് കാണിക്കണോ? എങ്ങനെയുണ്ട്? ഇഷ്ടമാണല്ലോ ഡാഡി. വണ്ണം വെക്കില്ലേ? അതല്ല ഡാഡി കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. അതിന്റെ ദേഷ്യത്തിൽ വണ്ണം വെക്കുന്നും പറയും ഇടയ്ക്കിടയ്ക്ക്. എന്റെ നോക്കട്ടെ. അപ്പ അത് തരാം. വയത് പക്ഷെ കഴിക്കില്ല അത്. മോൻ അമ്മയുടെ കഴിക്ക്. അപ്പ തരാം. ഓ ഇതില് ചോക്ലേറ്റ് നോക്ക്, സൈസ് നോക്ക്. ഇപ്പഴത്തോ വെളിച്ചില്ല. സൈസ് നോക്ക്. എന്തൊരു സ്റ്റിക്കിയാണെന്നറിയോ? ഇതിന്റെ അകത്തും ഫുൾ ചോക്ലേറ്റാ. സോഫ്റ്റ് ബൺ ആൻഡ് ഗുഡ് ചോക്ലേറ്റ്. വേറെ എന്ത് വേണം? ലൈഫ് ഇസ് ഗുഡ് വെൻ യു ഹാവ് സച്ച് ഗുഡ് ഫുഡ്. നല്ല കോട്ട്സ് അല്ലേ? ഞാൻ പറയുന്ന കുറെ കോട്ട്സ് നമുക്കൊരു ടീഷർട്ട് ആക്കണം. നമുക്കൊരു ബുക്ക് ആക്കിയാലോ? അടിപൊളി. നമ്മുടെ കുട്ടി ബൊമ്മയുടെ കളക്ഷൻ വീണ്ടും പ്രിയ കൂട്ടിക്കൊണ്ടിരിക്കാനുള്ള പ്ലാനിലാണ് അല്ലേ? അതിൻ്റെ അകത്ത് എന്താ ഇറക്കി വെക്കാമെന്ന് ചെടി. ഇത് കൊണ്ടുപോണ കാര്യമാണ്. എനിക്കിത് പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടിട്ട് എങ്ങാനും പൊട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. ഭയങ്കര വിഷമം വരും. അത് ഇത്രയും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ അല്ലേ? അല്ലെങ്കിൽ വേദു എറിഞ്ഞ് പൊട്ടിച്ചോളൂ. എന്തേ വേദു ചോദിക്കുന്നുണ്ട്. അതെനിക്ക് ആ മറ്റേ ഒരു സ്റ്റാൻഡ് വെച്ച് ചെയ്തിട്ടേ അതിന്റെ മേളിൽ ഇങ്ങനെ കുട്ടി 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 സാധനങ്ങൾ. മനസ്സിലായി മനസ്സിലായി. ഈ പെയിന്റിങ് കണ്ട നിങ്ങൾ? ഈ പെയിന്റിങ് കണ്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി സമ്മർ മന്ത്സിൽ, സമ്മർ അല്ല ഒരു സമ്മർ എൻഡ് മന്തിൽ എക്സാക്ട്ലി ഇതുപോലെ തന്നെ ആയിരിക്കും. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. രണ്ടെണ്ണം കിട്ടി. നമ്മൾ ഒരെണ്ണം എടുക്കാൻ പോയത്, രണ്ടെണ്ണം സെയിം പ്രൈസിൽ എടുത്തോളാൻ പറഞ്ഞു. ആ വെറുതെ നമ്മൾ ഭാഗ്യം ചെയ്തില്ല, അവര് തന്നെ എടുത്തു തന്നതാ. അതെ ഇതെല്ലാം എല്ലാ സാധനങ്ങളും നമ്മുടെ മോസ്കോ തൊട്ട് സ്യൂസ്ഡേല്. പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾ വീട്ടിൽ എത്തുമ്പോ അതൊന്നും പൊട്ടാതെ, ഞാൻ കഷ്ടപ്പെട്ടാണ് പാക്ക് ചെയ്യുന്നത്, പൊട്ടാതെ എത്തണേന്ന്. അത് മാത്രല്ല ഹോള് കാണിക്കണേ. നമ്മളെ യുക്രൈൻ മറ്റേ ഓൾഡ് സിറ്റിയിൽ നിന്ന് ഒരുപാട് നടന്നു അല്ലെ, 1 കിലോമീറ്ററോളം നടന്നു വന്നു. പക്ഷെ എന്നിട്ടും ബിൽഡിങ്സ് ഒക്കെ പഴയതുപോലെ തന്നെ. നമ്മൾ ഓൾഡ് ടൗണിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയെന്ന്. അതെന്താണെന്നറിയോ? ഈ ലവീവ് വേൾഡ് വാർ 2 അധികം എഫക്റ്റ് ആയില്ല, അതുകൊണ്ട് ബിൽഡിങ്സ് ഒക്കെ ഇൻടാക്റ്റാ. അതാണ് ഇത്രയും പഴയ ബിൽഡിങ്സ്. ആൻഡ് ദിസ് ഇസ് അനദർ ബ്യൂട്ടിഫുൾ പബ്ലിക് പാർക്ക്, ആൻ ഈവനിങ് സ്ട്രോൾ ഇൻ പബ്ലിക് പാർക്ക്. സുഖമല്ലേ?
അടിപൊളിയല്ലേ? ഡാഡി ആദ്യമായിട്ടാ പാർക്കിൽ വരുന്നത്. ഫോറസ്റ്റ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മരങ്ങൾ വർഷങ്ങളായി മെയിൻറ്റെയിൻ ചെയ്യുന്നതാ. അല്ലെങ്കിൽ ഇത്ര വലിയ മരങ്ങൾ വളരുമോ? അത് സിറ്റിയുടെ നടുക്ക് അവര് മുറിച്ചു കളയാതെ ഇവിടെ ബിൽഡിംഗ് ഒന്നും ഡെവലപ്പ് ചെയ്യാതെ ഇത് ചെയ്തു വെച്ചിരിക്കുക. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക, റഷ്യയും ഇവിടെ യുക്രൈനും ഒക്കെ അവര് ബിൽഡിങ്സ് ഒക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡാഡി ഇത് വേറൊരു പാർക്ക് സിറ്റിയുടെ നടുക്ക്. ഈ പാർക്ക് എല്ലാവർക്കും വന്നിരുന്ന് സിറ്റിയുടെ നടുക്ക് തന്നെയല്ലേ? ഇതുണ്ടോ ടോട്ടല് കുറച്ചു നേരം ഇരുന്നു. ആ അത് നല്ല കാറ്റും നല്ല മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നല്ല സ്ഥലമല്ലേ? നല്ല ഭംഗിയുണ്ട്. നല്ല മെയിൻറ്റെയിനും ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് നല്ല ഗ്രാസ്, നല്ല കളർ അല്ലേ? ഡാഡി ഇത് പന്നിമുട്ടായി ഫുൾ പഞ്ചസാരയാ. ഞാൻ കഴിക്കും. പ്രിയ വേണമെന്ന് പറയോ വേണ്ടെന്ന് പറയോ? വേണോന്ന് പറയും. ചോദിക്കാം. പ്രിയ ബാ ബാ. എന്ത് രസമല്ലേ ഈവനിങ്സ് ഇൻ യുക്രൈൻ. ലവ് യു. പ്രിയ വേണ്ടല്ലോ അല്ലേ? ഡാഡി പറഞ്ഞതേ ഉള്ളൂ പ്രിയ വേണം എന്തായാലും പറയുന്നു. എന്താ വേണ്ട വേണ്ടാന്ന് ഞാൻ പറയുന്നത് ഡാഡി പറഞ്ഞോ? വേണം എന്ന് പറയുന്നു. ഡാഡിക്ക് അറിയാന്നെ. മധുരം എല്ലാം കഴിക്കും ഡാഡി. ഭയങ്കരമായിട്ട് മധുരം കഴിക്കും കേട്ടോ. എന്നെ കാട്ടി കഴിക്കും. ക്യാമറ വരുന്നില്ല എന്നേ ഉള്ളൂ അതൊക്കെ. ഞാൻ എന്തോരം നടക്കുന്നുണ്ട്. അപ്പൊ ഞാനോ അതിന്റെ ഇരട്ടി നടക്കുന്നുണ്ട് ഞാൻ. ഡാഡി ഈ ഫൗണ്ടനിലെ കുളിക്കാൻ പറ്റും. ആ തറയുന്ന വരുന്നത്. വേഗം കളിക്കുന്നില്ല. പിള്ളേരൊക്കെ നടുക്ക് ഓടുന്നുണ്ട്. വേദിന് ഓടും. വേദി ചിലപ്പോ ആ അത് തന്നെ. വേദി ചിലപ്പോ കണ്ടാ ഓടും. ബാ വേദോ. എന്താ എന്തിനാ ഡ്രസ്സൊക്കെ ഊരുന്നത്? ആ ഊരൊന്നും വേണ്ട. പിന്നെ അവിടെ പേടിയായിരുന്നു, റഷ്യയിൽ പേടിയായിരുന്നു. ഇപ്പൊ ആള് റെഡിയാ ചാടാൻ. പക്ഷെ ഇവിടെ ആരും കുളിക്കുന്നില്ല. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ പ്ലേസ് വെയർ പീപ്പിൾ ക്യാൻ ബാത്ത്. കേട്ടോ വേദോ? നോക്കട്ടെ അപ്പൊ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ നോക്കട്ടെ. വേദു കം. വേദോ കം. കണ്ട ചേച്ചി ഹാപ്പിയായി. ആ പോയിക്കോ. അങ്ങോട്ട് പോവാം. വാ ഓ റൺ 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 റൺ. റൺ. ഭയങ്കര തണുപ്പ് വെള്ളത്തിന്. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാമല്ലോ. അടിപൊളിയായിരുന്നില്ലേ? ഡാഡി രാജാവായി. നമ്മൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഫാർമസി കണ്ടു. ആൻഡ് എൻ്റെ ഓൾസോ വേദുവിൻ്റെ ഒരു അടിപൊളി ഹാപ്പിനെസ് കൊടുക്കുന്ന വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിലും ഇതുപോലെ കുറേ ഹാപ്പിനെസ് ആയിട്ടുള്ള വ്ളോഗ്സ് ഞങ്ങൾ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. കാരണം ഇനി ഞാൻ അതുപോലത്തെ ഡാഡീനെ ഹാപ്പി ആക്കാനൊരു വ്ളോഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. അത് കണ്ടിട്ട് ഹാപ്പി. ബൈ. ബൈ.